പകലും രാത്രിയും നമ്മുടെ മധ്യേ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വലിയൊരു അഭിഷക്തൻ കടന്നുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ ഉച്ചയോടുകൂടി 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് നാം വിരാമം കുറിക്കുകയാണ്. ഈ രാത്രിക്കാലം നാം ദൈവത്തിൻ്റെ പാദപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മോട് തന്നെ നാം ഒന്ന് ചോദിക്കണം, ഞാൻ ഇത്രയും ദിവസം ദൈവസന്നിധിയിൽ നിന്ന് വചനം കേട്ടു, ദൈവിക ദൂത് ഞാൻ കേട്ടു, ദൈവജനത്തോടൊപ്പം ചേർന്ന് ഞാൻ ആരാധിച്ചു, എന്നാൽ ഞാൻ എന്ത് പ്രാപിച്ചു? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നീ ഇരുന്നു എന്നുള്ളതല്ല, എന്തൊക്കെയോ കേട്ടു എന്നുള്ളതല്ല, കുറേ നേരം ആരാധിച്ചു എന്നുള്ളതല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, നീ നിന്നോട് ചോദിക്കുക, ആമേൻ, നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കുക, നീ എന്ത് പ്രാപിച്ചെടുത്തിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ഇതുവരെയും ഒന്നും പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പ്രാപിക്കാനുള്ള അവസാന നിമിഷങ്ങളിലേക്കാണ് വരുന്നിരിക്കുന്നത്. ഇനിയും വൃഥാ ഇരിക്കരുത്, ഇനിയും അലസമായി ഇരിക്കരുത്, ഇനിയും സമയം പാഴാക്കരുത്. പ്രാപിക്കേണ്ടത് അതിൻ്റെ അളവിൽ, അതിൻ്റെ ആഴത്തിൽ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം നമ്മോട് രാത്രിയും ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ഈ രാത്രി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ പകൽക്കാലം കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ ലിജു ദാനിയലിനെ നമ്മുടെ മധ്യേ കർത്താവ് ശക്തിയോട് ഉപയോഗിച്ചല്ലോ. ഈ രാത്രികാലവും കർത്തൃദാസനെ നമ്മുടെ മധ്യേ ശക്തിയോട് ഉപയോഗിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ, വളരെ സമർപ്പണത്തോടെ നമുക്കായിരിക്കപ്പെടാം. തുടർന്നുള്ള സമയം ബഹുമാനിയ കർത്തൃദാസനെ ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി സന്തോഷത്തോടെ ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവിൽ ബഹുമാന്യരും ആദരണീയരും ശ്രേഷ്ഠരുമായ ദൈവഭൃത്യന്മാരോട് ചേർന്ന് ഈ വേദി പങ്കിട്ട് ഈ അവസാന രാത്രിയിലും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ ഭൂമിയുടെ പരപ്പിൽ സാധുവായി എനിക്കൊരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് സകല മാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ പകലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വളരെ ശക്തമായി, വളരെ ചന്തമായി, ഉചിതമായി ഇടപെട്ടു. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച അഭിഷക്ത ദൈവമക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ കടന്നു വന്ന ആരും വെറുതെ പോയില്ലെന്ന് സ്തോത്രം ഉറപ്പുള്ളവർ ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ച ദിവസങ്ങളായിരുന്നു. ദൈവകൃപ നമ്മുടെ മേൽ പെയ്തിറങ്ങിയ ദിവസങ്ങളായിരുന്നു. നാളെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ രാത്രിയില്ല, ഇത് സമാപന രാത്രിയാ. സ്തോത്ര. ഇന്ന് രാത്രി എന്തെങ്കിലും പ്രാപിച്ചു മാത്രമേ നാം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാവൂ. സമയത്തിന് പരിധിയുണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. അവൻ അധികം കൊണ്ടും അല്പം കൊണ്ടും അനുഗ്രഹിപ്പാൻ സർവശക്തനാകയാ. ഈ രാത്രി അതരമടച്ചാരും ഇരിക്കരുത്. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്ക. ഞാൻ അതിനെ മറപ്പാൻ ശക്തനായ ദൈവമാണ്. ഈ രാത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി, വാ തുറന്ന് ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി. ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന എൻ്റെ ദൈവം ഇന്ന് രാത്രി ചിലതിനെ മറപ്പാൻ ശക്തനായ ദൈവമാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാരിയും താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി യാതൊരു മടിയും കൂടാതെ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്നുവരെ വിശ്വസ്തത നിൽക്കുന്ന പ്രിയ ജയശ്രീ ആൻറ്റിയോടും പ്രിയ കുഞ്ഞുങ്ങളോടും ചേർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. ദീർഘവർഷങ്ങളിലായിട്ടുള്ളൊരു ആത്മീക ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞാൻ മാവേലിക്കര ചെട്ടുകുളങ്ങര സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്തോത്രം, അത് ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് സ്തോത്രം ദൈവത്തെ സേവിപ്പാൻ വില കൊടുത്തിറങ്ങിയ കർത്താവിൻ്റെ ദാസി. സ്തോത്രം. തനിക്ക് കൊടുത്ത ഗവൺമെൻറ് സർവീസിനോട് ബന്ധപ്പെട്ട ചില നാളുകൾ ഈ പ്രദേശത്ത് പാർക്കുന്നത് കൊണ്ട് നിങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു. ഇന്ന് പകല് സ്തോത്രം ആളുകൾ കൂടുതലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായില്ല. എങ്കിലും വൈകവേളയിൽ ഒരുമിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ 2013 ദോഹയുടെ പ്രദേശത്ത്
ശുശ്രൂഷയ്ക്കായി കടന്നുപോയപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി നിന്ന ആ കുടുംബത്തെ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. ആ പ്രിയ കുടുംബത്തോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കർത്താവിനെ പ്രസംഗിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. സമയത്തിന് ഒത്തിരി പരിധിയുണ്ട്. എനിക്കും ഇന്ന് രാത്രി തന്നെ മടങ്ങിപ്പോകണം. നാളെ സ്തോത്രം അത് സീതത്തോട് ഉള്ളതായ കൊച്ചുകോയിക്കൽ ചച്ചക്കോട് സഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സെഷനിൽ നാളെ പകൽ രാത്രി ശുശ്രൂഷിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എത്രയും വേഗത്തിൽ മടങ്ങിപ്പോകേണ്ടത് എനിക്കും ആവശ്യമാകിയാൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസഹായിരിക്കാം. പകൽ പറഞ്ഞ ദൈവവചനത്തിൻ്റെ ബാക്കി ഭാഗം വേഗത്തിൽ ഓർപ്പിച്ച് കമ്പിവാദ്യങ്ങൾ പോലെ വേഗത്തിൽ പറഞ്ഞ് ഈ രാത്രി നാം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ച കുറിവാക്യം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നത് നന്നായിരിക്കും. വേഗത്തിൽ വായിച്ചാട്ട്. അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. പകലില്ലാതിരുന്ന ദൈവമക്കൾ ധാരാളം ആളുകൾ ഈ രാത്രിയിൽ ഉള്ളത് കൊണ്ട് ഒരു നിമിഷം ആ ഭാഗമൊന്ന് തൊട്ട് ഞാൻ വേഗത്തിൽ എൻ്റെ ദൂതിലേക്ക് വരികയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത വളരെ ശക്തമേറിയ ഒരു പ്രസ്താവന ഈ അന്ത്യകാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ശക്തമായ താക്കീതാണ് താൻ ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പ് ഈ ലോകത്തിൻ്റെ അതേ സ്തോത്രം നെറുകയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളണം. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇവിടുത്തെ സ്തോത്രം വീടോ വസ്തുവോ കാറോ നിലയോ സ്ഥാനമോ മാനമോ പ്രസിഡന്റ് പദവിയോ ഓവർസിയർ പദവിയോ സൂപ്രണ്ട് പദവിയോ ഒന്നുമല്ല. സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവന്റെ ആധാരമെന്ന് പറയുന്നത്, ഒരുത്തന്റെ നിത്യതയ്ക്ക് ആധാരമെന്ന് പറയുന്നത് ഇവിടെ കാണുന്ന നശിച്ചു പോകുന്നതൊന്നുമല്ല. പകല് നാം ആ ഭാഗത്തു നിന്ന് നാം ചിന്തിച്ച ഒരു പിരിവ് ഞാൻ പറയാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. നസ്രയനായ യേശു കർത്താവിനെ കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ എഴുതിയ വളരെ ശക്തമായ ഒരു സ്തോത്ര തിരുവെഴുത്താണ് നാം പകൽ ചിന്തിപ്പാൻ തക്കോണവിടെയായി തീർന്നത്. അതും അതിൻ്റെ പൂർണ്ണതയിലെത്തിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്തോത്ര. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഒഴികെ എനിക്കൊന്നും അറിയണ്ട. ഈ രാത്രി ഈ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ പൈതലേ, നിനക്കറിയേണ്ട ഒന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട്, കാനാവിലല്ല യേശുവിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടത്. ലാസറിന്റെ കല്ലറയ്ക്കലല്ല യേശുവിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടത്. പിന്നെയോ അതേ സ്തോത്രകാലങ്ങളെ ഭേദിച്ച് സാമ്രാജ്യങ്ങളുടെ അധികാരങ്ങളെ തകർത്തുകൊണ്ട് 3-ാം നാളിൽ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശക്തിയാണ് ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നത്. Praise the Lord. ആ ശക്തി ഇന്ന് രാത്രി ദൈവജനത്തെ ഇവിടെ വെറുതെ ഇരിക്കത്തില്ല. സ്തോത്ര. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. പൗലോസ് പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി. ആ ശക്തി നിന്നെ ഉയർത്തുന്ന രാത്രിയാ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു കാൽവറി ക്രൂശ് തകർക്കപ്പെട്ടു എങ്കിലും ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ ആ ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. Praise the Lord, praise the Lord. ആ ക്രൂശിനെ ഇന്ന് രാത്രി ഞാനിവിടെ ഉയർത്തുന്നത്. ആ ക്രൂശിനെ ആരൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അവരെ എല്ലാം തമ്പുരാൻ ഉയർത്തിയിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ യേശുവാണ്. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഒരു വേള സ്തോത്രം സ്തോത്രം കുറേനക്കാരനായ ശീമോനെ വിളിച്ച് ചോദിച്ചാൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ആഫ്രിക്കയിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമവേല ചെയ്യുവാൻ
കൂലിപ്പണി ചെയ്യുവാൻ സ്തോത്രം തടവുകാരനായി പിടിക്കപ്പെട്ടുകൊണ്ടുവന്ന് യെരുശലേമിലും പരിസര പ്രദേശങ്ങളിലും പകലന്തിയോളം അധ്വാനിച്ച് തൻ്റെ പശി അടക്കുവാൻ, തൻ്റെ കുടുംബത്തിൻ്റെ അന്നം തീർക്കുവാൻ, അന്നം കണ്ടെത്തുവാൻ പകലന്തിയോളം വയലിൽ അധ്വാനിക്കുന്ന കുറേനക്കാരനായ ശിമോന് വിദ്യാഭ്യാസം എന്താണെന്ന് അറിയത്തില്ല, ചരിത്രം എന്താണെന്ന് അറിയത്തില്ല. സ്തോത്രം, ഒരു ദിവസം പകലന്തിയോളം അധ്വാനിച്ച് വളരെ വേഗത്തിൽ സന്ധ്യയ്ക്ക് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ബൈപ്പാസ് കുറുക്കു വഴി കയറി വരുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകൾ സ്തോത്രം ആർത്തട്ടഹസിച്ച് ആർത്തു നിലവിളിച്ച് ആ പെരുവഴിയിലൂടെ വരുന്ന കാഴ്ച ശീമോൻ, അതേ സ്തോത്രം, കുറേനക്കാരനായ ശീമോനെ പിടിച്ചു നിർത്തി. അവൻ ശ്രദ്ധിച്ചപ്പോൾ, അവൻ നോക്കിയപ്പോൾ ഇതൊരാഘോഷമായി അതെ കൊണ്ടാടുന്ന ഒരു കൂട്ടം ആളുകൾ സ്തോത്രം. പക്ഷേ അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ വീണും എഴുന്നേറ്റ് ക്രൂശ് ചുമന്നുകൊണ്ട് ആ മലയിലേക്ക് കയറി പോകുകയാണ്. താൻ സഞ്ചരിച്ചു വരുന്ന വേളയിൽ പടയാളിയായ റോമൻ പടയാളി ചാട്ടവാറ് ചുഴറ്റി ശീമോൻ പത്രോസിനോട് പറഞ്ഞു, കുറേനക്കാരനായ ശീമോനോട് പറഞ്ഞു, ഈ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമക്കാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും അതിവേഗത്തിൽ കുതിച്ചു പാഞ്ഞ് തൻ്റെ ഭവനത്തിൽ ചെന്ന് തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാമെന്നുള്ള ആഗ്രഹത്തോട് അതേ വേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ തടിച്ച സ്തോത്രം, അതേ കട്ടായനായ മനുഷ്യൻ, തടിച്ച ചുണ്ടുകളുള്ളവൻ, സ്തോത്രം, വിരിഞ്ഞ മാറുള്ളവൻ, സ്തോത്രം, അതേ ഉന്തിയ പല്ലുകളുള്ളവൻ, ഉന്തിയ കണ്ണുള്ളവൻ, അതേ ചകിരി, അതേ തലമുടി ചകിരി പോലെ പിരിഞ്ഞ് ആ സ്തോത്രം കണ്ടാൽ യാതൊരു സൗന്ദര്യവും ഇല്ലാത്ത കുറേനക്കാരനായ ശീമോൻ റോമൻ പടയാളിയുടെ ഹുങ്കാര ശബ്ദത്തിൽ ഭയപ്പെട്ട് ആ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമന്നു. തൻ്റെ തോളിലിരിക്കുന്ന ക്രൂശിന്റെ ഭാരം കുറഞ്ഞതുകൊണ്ട് സ്തോത്രം, 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 ശീമോന് മനസ്സിലായി ഇതാരെയോ ക്രൂശിക്കാൻ കൊണ്ടുപോകുകയാ, ഇതാരെയോ ഇല്ലാതാക്കാൻ കൊണ്ടുപോകുകയാ, ഇതാരെയോ നശിപ്പിക്കാൻ കൊണ്ടുപോകുകയാ. സ്തോത്രം, അതേ ശീമോൻ, സ്തോത്രം, കുറേനക്കാരനായ ശീമോൻ ആ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമന്നു കൊടുത്തു. ശ്രദ്ധിക്കണേ, സ്തോത്രം, ശീമോൻ ആളിനെ മനസ്സിലായില്ല. പുറത്തു നിന്ന് നോക്കിയപ്പോൾ ഈ ചുമക്കുന്ന ആളിന്റെ പുറകുവശം മാത്രമേ ശീമോന് കാണുവാൻ കഴിയത്തുള്ളൂ. ഉഴവുചാല് പോലെ കീറപ്പെട്ടവനായി വാരിയല്ലുകൾ കാണപ്പെടാ. സ്തോത്രം, പുറത്ത് മാംസമെന്ന് പറയുന്നത് ഒന്നുമില്ല. സ്തോത്രം, പക്ഷേ രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ സ്തോത്രം ഈ ക്രൂശിന്റെ മുകളിൽ നിന്ന് സ്തോത്രം ആ രക്തം ഇങ്ങനെ പാഞ്ഞു വന്നിട്ട് തൻ്റെ കൈകളിലും തൻ്റെ തോളിലും ആ രക്തം പുരണ്ടു. തൻ്റെ വിധിയെ ശപിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ ഹതഭാഗ്യനായ ശീമോൻ സ്തോത്രം ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ സ്തോത്ര ക്രൂശിന്റെ മുൻപിൽ നിൽക്കുന്നവൻ ശീമോനെ ഒന്ന് തിരിഞ്ഞു നോക്കി. സ്തോത്രം, ശീമോൻ പറഞ്ഞു, അയ്യോ, ഇത് നന്മ പ്രസംഗിച്ച്, നന്മ സുവിശേഷിച്ച്, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു നടന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലയോ. അവൻ ഒന്ന് നോക്കുവാനേ കഴിഞ്ഞുള്ളൂ. വല്ലവിധേനയും ഈ ക്രൂശ് ചുമന്ന് സ്തോത്ര കാൽവറിയുടെ കുലക്കളത്തിൽ എത്തിച്ചിട്ട് അവൻ വേഗത്തിൽ പാഞ്ഞുപോയി. എവിടേക്കാണെന്നറിയാമോ? തന്റെ ഭവനത്തിലേക്ക് പാഞ്ഞുപോയി. ശിവരാമനഹതുനി ഈ വേളയിൽ തന്റെ ഭവനത്തിൽ തന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും സ്തോത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെ നിരാശരായി കാത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മാതാവിനോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ അപ്പച്ചനെ കാണുന്നില്ലല്ലോ. ഹൃദയത്തിൽ പിടയ്ക്കുന്ന ഹൃദയത്തോടെ ആ മാതാവ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അയ്യോ, നമ്മുടെ അപ്പച്ചൻ ഉടനെ വരും. സ്തോത്രം, അല്പം കൂടെ താമസിച്ചപ്പോൾ ആ മാതാവും കുഞ്ഞുങ്ങളും അത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം സംഭവിച്ചു, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു. കാരണം സ്തോത്രം, ആ കുടുംബത്തിന്റെ അത്താണിയായ, ആ കുടുംബത്തിന്റെ നട്ടല്ലായ പിതാവിനെ നഷ്ടപ്പെട്ടതുപോലെ ആ കുടുംബത്തിൽ നിന്നൊരു വിലാപം ആ സന്ധ്യയ്ക്ക് അവിടെ ഉയർന്നു. സ്തോത്രം, അല്പം കഴിഞ്ഞപ്പോൾ
ഭവനത്തിന് പുറത്തൊരു കാൽപെരുമാറ്റം കേട്ട് അമ്മയും കുഞ്ഞുങ്ങളും മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഇതാ തങ്ങൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന പിതാവ് ആ തങ്ങളുടെ ഭവനത്തിന് പുറത്തു നിൽക്കുകയാണ്. ആ പിതാവിന്റെ അടുക്കലേക്ക് ആ കുഞ്ഞുങ്ങൾ ഓടിച്ചെന്നു. സ്വന്തം അപ്പനെ കണ്ട ആവേശത്തോടെ ആ കുഞ്ഞുങ്ങൾ പിതാവിനെ കെട്ടിപ്പിടിക്കുക. അടുത്ത് ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, എന്നെ തുടരുക. എന്താ കാര്യം? എൻ്റെ ശരീരം മുഴുവൻ രക്തത്താൽ കുളിക്കപ്പെട്ടവനാണ് ഞാൻ. എങ്കിലും പിതാവിനെ കണ്ട ആവേശത്തോടെ സ്തോത്രം ആ പിതാവിനെ വാരിപ്പുണർന്നപ്പോൾ ആ ശീമോന്റെ മേൽ വീണ രക്തം ആ കുഞ്ഞുങ്ങളുടെ മേലേക്ക് കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഈ രാത്രി എന്നെ കേൾക്കുന്ന അഭിഷക്ത ദൈവമക്കളോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, സ്തോത്രകാലം ചക്രങ്ങൾ മുൻപോട്ട് കുതിച്ചു പാഞ്ഞു. ലോക ചരിത്രം അതിന്റെ സ്തോത്രം അതെ ശക്തിയോടെ മുൻപോട്ട് പാഞ്ഞപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിച്ച സ്തോത്രം ചരിത്ര പ്രസിദ്ധരായ കർത്താവിൽ പ്രസിദ്ധരായ അലക്സാണ്ടറിന്റെയും രൂഫസിന്റെയും കുടുംബത്തെക്കുറിച്ച് വേദപുസ്തക ചരിത്രം എഴുതി. ഈ രാത്രി ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? സ്തോത്ര തങ്ങളുടെ അന്തിക്ക് സ്തോത്രം അതെ തങ്ങളുടെ പശിക്ക് അന്തിക്ക് സ്തോത്രം തങ്ങളുടെ ആഹാരം കണ്ടെത്തുവാൻ അത് നിരാശപ്പെട്ടൊരു കുടുംബമുണ്ടല്ലോ. കർത്താവിന്റെ ക്രൂശ് ചുമന്ന നിമിത്തം ഈ രാത്രി എന്നോട് ചേർന്ന് എത്ര ദൈവമക്കൾക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ കഴിയൂ? സ്തോത്രം 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 സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ പ്രാർത്ഥനയുടെ ക്രൂശ് ചുമന്ന നിമിത്തം ചില തലമുറകളെ ആദരിക്കുക, ചില കുടുംബങ്ങളെ ഓർക്കുക. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമത്രയെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. ഈ രാത്രി ആ ദൂത് ദൈവസഭയ്ക്കകത്ത് ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഏറ്റെടുക്കുവാൻ കഴിയുന്ന അഭിഷക്ത ദൈവമക്കളെ, അതിന്റെ ശക്തിയോടെ ഈ രാത്രി വ്യാപരിക്കുകയാ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി, ഇന്ന് രാത്രി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ശ്രദ്ധിക്കുക, ഈ പ്രാർത്ഥനയ്ക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിന്റെ ചുമൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ധൈര്യത്തോടൊരു കാര്യം ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം, അവൻ ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ചേർന്ന് സ്തോത്രം പറ. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഈ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ സമാപന ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കുന്ന ദിവസങ്ങളാണ്. ഞാൻ വെറുതെയല്ല വിളിച്ചു പറയുന്നത്, ആത്മാവിന്റെ വെളിപ്പാടോടെ, ആത്മാവിന്റെ ശക്തിയോടെ. യെസ്, തുലന ഹതന പ്രൗഢ മനയ രഗന വൈഡേ രഗനെ ശബര ബാബാ 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 തിക ബാബാ 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 ബാബാ. യെസ് യെസ്, ധീരാ ജന ഹദൽ ഖര പ്രൗഢ രഗൽ ഖമനെ വൈഡമാ രഗൽ ഖന. യേശുവിന്റെ നാമത്തിൽ ഞാൻ മടങ്ങി വരികയാ. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. സ്തോത്രം, പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 2-ാമത്തെ തിരുവചനം വേഗത്തിൽ വായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ 2-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കണം. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട്, സ്തോത്രം ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയം ഒരു മനുഷ്യന്റെ വസ്തുവകയല്ല, അവന്റെ ജീവന് ആധാരം. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവന്റെ ആധാരം. ഇനി രണ്ടാമത്തെ ആധാരത്തെക്കുറിച്ച് സ്തോത്രം ലൂക്കോസ് വൈദ്യൻ എഴുതി വച്ചിരിക്കുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. സ്തോത്രം. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം
ഒരു പ്രത്യേക ദൗത്യത്തിലേക്ക് ദൈവസഭയെ ദൈവം കൈപിടിച്ചുയർത്തുന്ന ഒരു ചരിത്ര സംഭവമാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. യെരുശലേമിലെ ശുശ്രൂഷ ഏകദേശം അവസാനിച്ച ശേഷം ദൈവത്തിൻ്റെ ആത്മാവ്, സ്തോത്രം, യൂറോപ്പിലേക്ക് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു. സ്തോത്രം. എങ്ങനെ യൂറോപ്പിൽ എത്തപ്പെടുമെന്നും യൂറോപ്പിൽ സുവിശേഷത്തിൻ്റെ വഴികൾ എങ്ങനെ തുറക്കപ്പെടുമെന്നും ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഇടത്ത് തുയത്തൈര എന്ന് പറയുന്ന പട്ടണത്തിൽ, സ്തോത്രം, ഒരു സ്ത്രീയുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. പക്ഷേ വില കൊടുത്തിട്ടാ തുറന്നത്. ഹലോ ഹലോ എങ്ങനാ തുറന്നത്? ചേർന്ന് പറ. വില കൊടുത്തത് കൊണ്ടാ തുറന്നത്. ഈ രാത്രി ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുന്നു, വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തുറക്കാൻ സ്വർഗ്ഗം ശക്തമാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഈ രാത്രി ഉറപ്പോടെ പറയാൻ കഴിയും, സ്തോത്രം, വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഇന്ന് രാത്രി തുറക്കാൻ സ്വർഗ്ഗം ശക്തമാണ്? എന്താ കൊടുത്ത വില? സ്തോത്രം. പട്ടണത്തിൽ ചെന്നു, സ്തോത്രം, സുവിശേഷം പ്രസംഗിക്കുവാനായി, സ്തോത്രം, തെരുക്കോണിലൂടെ നടന്നു പോകുമ്പോൾ ഇതാ പട്ടണത്തിലെ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീ, സ്തോത്രം, അവരുടെ പുറകിന് കൂടി. ആരുടെ പുറകിന്? പൗലോസിൻ്റെ ശീലാസിൻ്റെ പുറകിന് കൂടി. സ്തോത്രം. എന്നിട്ട് അവരെക്കുറിച്ച് ദോഷമായിട്ടൊന്നും പറഞ്ഞെന്നോ ചീത്ത വിളിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. അവരെക്കുറിച്ചൊരു നല്ല സർട്ടിഫിക്കറ്റ് ആരെഴുതി? ഈ വെളിച്ചപ്പാടത്ത് എഴുതി. എന്താ എഴുതിയത്? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, നിങ്ങൾ ആരാ? അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം ഞങ്ങളോട്. അവൾ പറഞ്ഞത് വല്ലതും തെറ്റാണോ? അല്ല, അവൾ പറഞ്ഞത് സത്യമാണ്. പക്ഷേ പൗലോസ് ചെയ്തൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവളിലുള്ള ആരെയാ പറഞ്ഞേ? ആരെയാ? അവളെ ശാസിച്ചെന്നല്ല, അവളിലുള്ളതിനെ. രാത്രി ദൂത് മനസ്സിലായവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. പലർക്കും അറിയാൻ വയ്യാത്തത് ഇതാ, നമ്മൾ വേണ്ടാത്തിടത്തൊക്കെ കയറി കൈവെക്കും. സ്തോത്രം. അങ്ങനെയുള്ളതിനെ ഒന്നും കൈവച്ചിട്ട് കാര്യമില്ല. അവിടെ അകത്തു വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, അവളിലുള്ളതിനെ ശാസിച്ചെന്ന്. ഇന്ന് രാത്രി അടിസ്ഥാനപരമായ പ്രശ്നം കണ്ടുപിടിച്ചാൽ, സ്തോത്രം, അത് ചികിത്സ എളുപ്പമാണ്. പൗലോസ് അവളിലുള്ള ദുരാത്മാവിനെ, ഇതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? അവളുടെ യജമാനന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞതിന് കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ ലാഭത്തിനുള്ള ആശ പോയി എന്ന് വെച്ചാൽ, ഇവളെ കൊണ്ട് 10 രൂപ ഉണ്ടായിക്കൊണ്ടിരുന്ന അതെന്ത് ചെയ്തു? ആര് നിമിത്തം? ഈ അഭിഷക്തന്മാർ നിമിത്തം. സ്തോത്രം. പക്ഷേ ദൈവം അവിടെ ഒരു വലിയ പ്രവൃത്തി ചെയ്തു. നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാം. ആ പകൽ ഈ സഹോദരന്മാരായ ദൈവദാസന്മാരെ രണ്ടുപേരെയും തെരുക്കോണിലൂടെ എന്ത് ചെയ്തു? വലിച്ചഴച്ചു. അവരെ കൊണ്ടുവന്ന് എവിടേക്ക് വലിച്ചെറിഞ്ഞു? കാരാഗ്രഹത്തിൽ വലിച്ചെറിഞ്ഞു. സ്തോത്രം. പക്ഷേ കാരാഗ്രഹത്തിനകത്താണെങ്കിലും അവരുടെ അകത്തെ ആത്മാവ് ഒതുങ്ങുന്ന ആത്മാവായിരുന്നില്ല. ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ, ഈ രാത്രി ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്ന, ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ നടുവിലൂടെ നീയും ഞാൻ ഇവിടെ വന്നതെങ്കിലോ നമ്മുടെ അകത്ത് കിടക്കുന്ന ആത്മാവുണ്ടല്ലോ, അത് ചലിക്കുന്ന ആത്മാവാണ്. ചലിക്കുന്ന ആത്മാവ്. ശമനകരകഥ പ്രൗഢപരകൽക്കനാദിയ ശബ്ദലേ. ഇന്ന് രാത്രി നിന്റെ കയ്യെ ബന്ധിക്കാം, നിന്റെ കാലുകളെ ബന്ധിക്കാം. സ്തോത്രം. പക്ഷേ ഇന്ന് രാത്രി നിന്റെ അകത്തെ ആത്മാവിനെ ബന്ധിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ബന്ധിക്കാൻ പറ്റിയെന്നിരിക്കാം, പക്ഷെ അകത്ത് കിടക്കുന്നതിനെ ബന്ധിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. സ്തോത്രം. അർദ്ധരാത്രി ആയപ്പോൾ പൗലോസും ശീലാസും കൂടെ ദൈവത്തെ പാടി ആരാധിച്ചു. സ്തോത്രം. തടവുകാർ ശ്രദ്ധിച്ചു. സ്തോത്രം. കാരണം
ശ്രദ്ധിക്കാൻ കാരണം ഈ ജയിലിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പറ. കാരണം ഇവിടെ വരുന്നവൻ സ്തോത്രം തന്നെയും പ്രാഗി, തൻ്റെ അപ്പനെ പ്രാഗി, അമ്മയും പ്രാഗി, നാട്ടുകാരെ ശപിച്ച്, തടവുകാരെ ശപിച്ച്, അതേ സ്തോത്രം ജയിലധികാരികളെ ശപിച്ച്, തങ്ങളെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ രണ്ട് പുതുപ്പുള്ളികൾ ദൈവത്തെ ആരാധിക്കുന്നെന്ന്. ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഇന്ന് രാത്രി കഷ്ടത എന്ന കഠിന ശോധനയിൽ നീ ആയിരിക്കുമ്പോഴും സ്തോത്രം, നിന്റെ ഭവനത്തിലെ പാനൂത്തിട്ടിട്ട് ദൈവത്തെ പാടി ആരാധിക്കാൻ കഴിയുന്നത് അഭിഷേകമകത്തുള്ളവരാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇന്ന് രാത്രി ചിലർ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വെളിപ്പാടി കണ്ടുകൊണ്ടാണ് ഈ രാത്രി പുൽപ്പിറ്റിൽ നിന്നോട് ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശത്രു നിന്റെ തലമേൽ കയറി ഓടിയിട്ടു, ശത്രു നിന്റെ തലമേൽ കയറി സഞ്ചരിച്ചിട്ടു, ഇന്ന് രാത്രി അകത്ത് കിടക്കുന്ന ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ യെസ് mighty Lord, Ramshara baba 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 Shika baba baba baba. അവരുടെ അകത്തെ ആത്മാവിന് ബന്ധനമില്ല. വിശ്വസിക്കുന്നവര് സ്വോത്രം പറഞ്ഞാട്ട്. രാത്രി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ബന്ധിക്കാൻ കഴിയാത്ത ആത്മാവാണ്. അത് ആരാധനാലയത്തിൽ വരുമ്പോൾ ചലിക്കൂ, ഭവനത്തിനകത്തിരിക്കുമ്പോൾ ചലിപ്പിക്കൂ, ഓഫീസിലിരിക്കുമ്പോൾ ചലിപ്പിക്കൂ, വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ ചലിപ്പിച്ചോണ്ടിരിക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്ന് അർദ്ധരാത്രി യഹോവയുടെ ദൂതൻ ഇറങ്ങി കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളക്കിയെന്നാ പറഞ്ഞത്. രാത്രി വിശ്വസിക്കാവോ? ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ പോകുമ്പം തമ്പുരാൻ ചിലതിൻ്റെ അടിസ്ഥാനം ഇളക്കാൻ പോവാ. നിന്റെ പ്രാണന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിന്റെ പ്രാണന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ആയുസ്സിന് നേരെ വാള് അത് രാഗിക്കൊണ്ടിരിക്കുന്ന ചിലതിന് തമ്പുരാൻ ഈ രാത്രി സമാപനം കുറിച്ച് യെസ് yes dilka regado dalaya regana proude shabthala dala 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 rigamana dala daga regada prouda rebalaga regade yes ayusine vila parayuda chale andagara mandalate ജീസസ്. സ്തോത്രം. ദൈവാത്മാവിനോട് ശക്തമായി പറയുന്നു, സ്തോത്രം. ചില പ്രാണനു വില പറയുന്ന പോലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോടും ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുകയാ, നിനക്ക് മനോഭീതിയിടുന്ന ഒരു പ്രത്യേക പോര് ഈ രാത്രി ആത്മാവിൽ അഴികയാ. ഞാൻ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് ഈ രാത്രി ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന് രാത്രി ചില മരണഭീതി, ചില മരണഭയം yes shaido regado dalayo regana proude oh yes yes tika ba 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 shaitu la ba 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 ba. Praise the Lord, praise the Lord, praise the Lord,
ഇസ്രായേൽ ജനം വന്ന് ചെങ്കടൽ കടന്ന ജനം, ചരിത്രം പറയാനുള്ളവൻ, യോർദാന്റെ കരയ്ക്ക് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളായി. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവോട് ദൂത് പറയുന്നോട് ഞാൻ പറയുക, സ്തോത്രം. യോശുവ കൈ ചൂണ്ടിക്കാണിച്ചു, ദേ അതാ വാഗ്ദത്തം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദേ അതാ വാഗ്ദത്തം. ഏതാ വാഗ്ദത്തത്തിന്റെ നാട്? കനാൻ നാട് ദേ കിടക്കുന്നു. പക്ഷേ അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ അതിൻ്റെ നടുക്കുകൂടെ ഭയപ്പെടുത്തി ഒഴുകുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാ പറ യോർദാൻ. ശ്രദ്ധിക്കണേ, യോർദാൻ. യോർദാൻ ഇതിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് കൊയ്ത്തുകാലത്തൊക്കെയും കര കവിഞ്ഞൊഴുകും. രണ്ട്, ഇതിന്റെ പേര് മരണ യോർദാൻ. സ്തോത്രം. എനിക്ക് വിവരിപ്പാൻ സമയമില്ല. സ്തോത്രം, സ്തോത്രം. ഇതെങ്ങനെ കടക്കും? ഇതെങ്ങനെ കടക്കും? പക്ഷേ യോശുവ പറഞ്ഞു, നാം ഇതിനെ കടക്കാൻ പോവാ. രാത്രി ആത്മാവ് ദൈവസഭയോട്, ചില കുടുംബങ്ങളോട് ശക്തമായി പറയുന്നു, ചില മരണ യോർദാനെ കടക്കുവാനുള്ള ഒരഭിഷേകം ഈ പ്രാർത്ഥനയിൽ ജനം പുറപ്പെടുകയാണ്. ഇന്ന് രാത്രി ആത്മാവ് ദൈവസഭയോട് പറയുന്നു, ഈ രാത്രി പുറപ്പാടിന്റെ ദിവസങ്ങളാ. നിന്നെ ഭയപ്പെടുത്തിയ ചില മണ്ഡലങ്ങളിലേക്ക്, നിന്നെ ഭീതിപ്പെടുത്തിയ മണ്ഡലത്തിലേക്ക് എങ്ങനെ പുറപ്പെടും? എങ്ങനെ പുറപ്പെടും? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാങ്കിൽ ചവിട്ടിയപ്പോൾ അവിടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്, യോർദാന്റെ മേലൊഴുക്കിനെ തമ്പുരാൻ തടഞ്ഞെന്ന. വിശ്വസിക്കുന്ന മക്കൾ മാത്രം ഈ രാത്രി ഈ ദൂത് അകത്തളങ്ങളിൽ തട്ടി. യെസ്, ഓ യെസ്, ഈ രാത്രി അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില മേലൊഴുക്ക് വഴിമാറാൻ പോവാം. വിശ്വാസത്താൽ വിളിച്ചു വരാ, ചില മേലൊഴുക്ക് വഴിമാറാൻ പോവാ. നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ബിസിനസിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ. യെസ്, Yes. Yes. Tika mana prauda jana vere raje. Yes. Tika raja prauda jana. Yes. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദാനദാന വൈഡദാന പ്രൗഢമാന വേദദാന വൈഡകേ. നിന്നോട് ഇന്നലെ രാത്രി യോർദാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഇതെങ്ങനെ കടക്കും? ഇത് കണ്ട് നീ പുറകോട്ട് വലിഞ്ഞ യോർദാനോട് ഈ രാത്രി നാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യോർദാനേ നീ ഓടുന്നതെന്താ? എനിക്കറിയാം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാർ യോർദാനോട് ചോദിക്കുന്ന രാത്രിയാണ്, യോർദാനേ നീ വഴി മാറുന്നതെന്താ? ചോദിക്കാൻ ധൈര്യമുള്ള ദൈവമക്കൾ അതരം തുറന്ന് ചോദിച്ചാട്ടെ, അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശമാരകൽ കനാദിയ പ്രൗഢനരബലക ശശിയാരെ തുരാ ബാബാ 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 ദിഗ രഗ. യെസ്, വേദകരം തല ദിരകൽ കരഗ ദിഗന രഗന പ്രൗഢ ജാനെ
ദൈവാത്മാവിന് ഒരു പ്രത്യേക വെളിപ്പാട് തന്നതുകൊണ്ട് ഞാൻ ആ വചനത്തിൻ്റെ ദൂതെന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സ്തോത്രം. ഞാൻ ദൂതിലേക്ക് മടങ്ങി വരിക. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് തിരുവെഴുത്തുകളെ, സ്തോത്രം, ഒരു ദൈവ പൈതലിനെ നിലനിർത്തുന്നത് അത്ഭുതം അടയാളമൊന്നും അല്ല. സ്തോത്രം, സ്തോത്രം. പാസ്റ്റർമാരും അല്ല. ഇന്ന് രാത്രി എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം, എന്നെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന് 100 തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആവേശമുള്ളൊരു കാര്യം ഇതുണ്ട്. ഞാൻ പലയിടങ്ങളിൽ പറയുന്നൊരു പദമുണ്ട്. സ്തോത്രം. വചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരത്തില്ല. യെസ്. ഈ പുൾപിറ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനിന്ന് 40-ാമത്തെ യോഗത്തിനാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ സ്തോത്രം, ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങി 40-ാമത്തെ സെഷനിലെ പ്രസംഗമാണ്. ഇന്ന് രാത്രി എനിക്കൊരു മർമ്മം അറിയാം. ഇവിടെ പ്രസംഗിച്ച വചനം ആര് പ്രസംഗിച്ചെന്നുള്ളതല്ല, ദൈവവചനം പ്രസംഗിച്ചെങ്കിൽ ഇന്ന് രാത്രി അത് ക്രിയ ചെയ്യാതെ ചേർന്ന് സ്തുതിച്ചാട്ട്. വചനത്തിന്റെ മാത്രം പ്രത്യേകതയാ, അത് ക്രിയ ചെയ്യാതെ. ചേർന്ന് പറ. സ്തോത്രം. അബ്രഹാമിന്റെ കൂടാരത്തിൽ ചെന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു, സ്തോത്രം, നിന്റെ ഭാര്യയായ സാറ അടുത്ത ആണ്ടിൽ ഒരു മകനെ, ചേർന്ന് പറ, ഒരു മകനെ പ്രസവിക്കുമെന്ന്. ഇത് പറഞ്ഞിട്ട് ദൂതന്റെ വഴിക്ക് പോയി. പക്ഷെ പറഞ്ഞ വചനം അവിടെ ക്രിയ ചെയ്തു. വിശ്വസിക്കുന്നവരെ മാത്രം സ്തോത്രം പറ. ഇന്ന് രാത്രി ഈ ദൂതകത്ത് കിടക്കണം. പറഞ്ഞ വചനം പറഞ്ഞിട്ട് ഈ രാത്രി ഞാൻ വണ്ടി പിടിച്ച് ചെങ്ങന്നൂർക്ക് പോകും, പക്ഷെ ഇവിടെ പ്രസംഗിച്ച വചനം പാളയത്ത് കിടക്കും. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിച്ച വചനം നിന്റെ കൂടാരത്തിനകത്ത് കിടക്കുമെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? ദൈവം ഇന്ന് രാത്രി പദ്ധതി ഒരുക്കിയിട്ട നിന്നോട് ദൂത് പറയുന്നതേ. സ്തോത്രം, സ്തോത്രം. ഏലിയാവിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നൊരു ദൂത് പറയണം. എന്തുവാ ദൂത്? മോനെ, ഞാൻ നിന്നെ വാലല്ല, ആണോ? അല്ല. കൊണപ്പെടുന്ന ദൂതും അല്ല, കൊണപ്പെടുത്തുന്ന ദൂതും അല്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും. ഏലിയാവ് ഒരു വേള ദൈവത്തോട് ചോദിച്ചു കാണും. എൻ്റെ ചിന്തയാ, അവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എന്നെ തർക്കിക്കരുത്. കർത്താവെ, ഞാൻ തന്നെ ഇത് പോയി. ദൈവം പറഞ്ഞ് നിന്നെയാണ് ഇത് ഏൽപ്പിച്ചേക്കുന്നത്, നിന്നെ കൊണ്ട് ഇത് പറയാൻ കഴിയത്തുള്ളത്, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തുള്ളത്. ഏലിയാവ് അവിടെ ചെന്ന് ഇത് പറഞ്ഞും വെച്ച് പുള്ളി തലയൊക്കെ ചൊറിഞ്ഞ് അവിടെ നിന്നില്ല. കാരണം പിന്നെ ചൊറിയാൻ തല കാണത്തില്ല എന്നുള്ള കാര്യം ഏലിയാവിനും അറിയാം, ദൈവത്തിനും. സ്തോത്രം. പോക്കറ്റ് മണിയൊന്നും വാങ്ങിക്കാൻ പുള്ളി അവിടെ നിന്നില്ല. പുള്ളി അന്നേരമേ സ്ഥലം കാലിയാക്കി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് കെരീത്തിനരികെ, കെരീത്ത് തോടിനരികെ, ശ്രദ്ധിച്ചേ, കെരീത്ത് തോടിനരികെ ഒളിച്ചിരിക്ക. ഞാൻ നിനക്ക് വേണ്ടി ആരോട് കൽപ്പിച്ചിട്ടുണ്ട്? ചേർന്ന് പറ. കാക്കയോടെ. നമ്മളായിരുന്നു എന്താ പറഞ്ഞേ? ഏലിയാവേ, നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ നോക്കട്ടെ
ഫ്രീ ആയിട്ട് സമയമുള്ള കാക്ക വല്ലോ അങ്ങനാണോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഏലിയാവ് ജീവൻ ഉണ്ടെങ്കിൽ എവിടെ പോകത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞ ദൂത്, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഉറച്ചേ പോകാവൂ. സ്തോത്രം. വലിയൊരു ഉണർവൊന്നും ഇന്ന് രാത്രി തോന്നിയില്ലെങ്കിലും വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് കിടക്കണം. ഈ പ്രാർത്ഥനയിൽ തമ്പുരാൻ നിനക്ക് വേണ്ടി ചിലതിനോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കാലം തട്ടുന്നത്തെ സ്തുതിച്ചാട്ടെ. Yes. കൽപ്പിക്കാമെന്നല്ല, എന്റെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ചേർന്ന് പറ, എന്റെ ദൈവം. എന്റെ ദൈവം. അവിടം കൊണ്ട് തീർന്നില്ല, കെരീത്ത് പറ്റി. ഏലിയാവിനോട് പറഞ്ഞു, എഴുന്നേക്കടാ, എഴുന്നേക്ക, നിന്നെ ഞാൻ എങ്ങോട്ട് അയക്കാൻ പോവാ? സറാബാദിൽ നിനക്കു വേണ്ടി ഞാനൊരു എഞ്ചിനീയറെ നോക്കട്ടെന്നാണോ പറഞ്ഞേ? പ്രൊഫസറെ അന്വേഷിക്കേണ്ടതാണോ പറഞ്ഞേ? അല്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു വിധവയോട്, നിങ്ങൾക്കൊരു സംശയം പോലെ എടുത്ത് വായിപ്പിക്കണോ? ഞാൻ വിധവയോട്, ഇന്ന് രാത്രി ചേർന്ന് പറ, എനിക്ക് വേണ്ടി ദൈവം ചിലതിനോട് പേടിയുണ്ടോ? ഈ പ്രസംഗിക്കുന്ന എൻ്റെ അനുഭവം പറഞ്ഞത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലതിനോട് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന അഭിഷേകമുള്ള ദൈവമക്കൾ നാവ് തുറന്ന് പറ, എനിക്ക് വേണ്ടി ദൈവം ചിലതിനോട്. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഉപവാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി Yes. Yes. Thula mana vaina raja praude rade. Shika raja dika raja. Praude manal praude. Yes. Yes. Thala mana vela raja prauda mana vaina raja. Thika mana thala dana thika rega regane. Yes. ഈ 21 ദിവസത്തെ പ്രാർത്ഥന നഷ്ടമല്ലെന്ന് ദൈവാത്മാവ് ചിലതിൻ്റെ തലേ കൈ വെച്ച് ദൂത് പറയുക. രാത്രി ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ മാത്രം സ്തോത്രം പറയണ. രാത്രി ദൈവാത്മാവ് എനിക്കെന്ന വെളിപ്പാടനുസരിച്ച് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. രാത്രി സ്തോത്രം പറഞ്ഞ് അയച്ചിട്ട് കൽപ്പിക്കുന്നവനല്ല സ്തോത്രം. ഇന്ന് രാത്രി ആ കൽപ്പിച്ചിട്ട് നിന്നെ അയക്കുന്നവനാ. ധൈര്യത്തോടെ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി കൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിൽ നീ കൊടലുണക്കിയത് ഞാൻ പറയാൻ വന്നത് വചനത്തിന്റെ ശക്തിയെ കുറിച്ചാ. സ്തോത്ര. അയച്ച കാര്യം സാധിപ്പിക്കാതെ ഇന്ന് രാത്രി ധൈര്യമായിട്ട് പറ, എൻ്റെ വചനം എൻ്റെ ആധാരമാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ എന്നോട് അരുളി ചെയ്ത കാര്യം സാധിപ്പിക്കാതെ ആ വചനത്തിന്റെ ശക്തി മടങ്ങി വരത്തില്ല. മൂന്നാമത്തെ കാര്യം വേഗത്തിൽ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് മതി. മൂന്നാമത്തെ ദൈവവൈതലിന്റെ ആധാരം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ലെന്ന്. പിന്നെ എന്താ പറ? ദൈവത്തിൻ്റെ. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്,
ഈ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നീ ദൈവത്തിന്റെ പ്രവൃത്തി അളക്കരുത്. സ്തോത്രം പറ. സ്തോത്രം, സ്തോത്രം. ഒത്തിരി ഉദാഹരണങ്ങൾ തിരുവനന്തപുരം പ്രസംഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം, അതെ, ആ ഇസ്രായേൽ ദേശത്ത് ക്ഷാമം അങ്ങ് കഠിനമായി. സ്തോത്രം, ക്ഷാമം അങ്ങ്, സഹോദരിമാര് കൊച്ചുങ്ങളെ പുഴുങ്ങി തിന്നാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. സ്തോത്രം, ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം, സ്തോത്രം, ഒരു പ്രവൃത്തി പ്രവാചകനിലൂടെ പറഞ്ഞയച്ചു. ദൈവം പറഞ്ഞു, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 2 സയ യവവും 1 സയ കോതമ്പും വിൽക്കുമെന്നാ പറഞ്ഞേ. ഹലോ, ഇത് കേട്ടൊരു പുള്ളി അവിടെ നിൽപ്പുണ്ട്. ഫുൾ യൂണിഫോമിലാണ് പുള്ളി നിൽക്കുന്നത്. സ്റ്റാറുണ്ട്, സ്തോത്രം, നെഞ്ചത്ത് ഒരുപാട്, സ്തോത്രം, പതക്കമൊക്കെ ഉണ്ട്. പുള്ളി നെഞ്ചു വിരിച്ച് എവിടെ നിൽക്കുക? ഇത് കേട്ടുടനെ ഒരു അഭിപ്രായം, യഹോവ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും. ആരാ പറഞ്ഞേ? വാതിക്കെ തെണ്ടിക്കൊണ്ടിരുന്ന കുഷ്ഠരോഗിയല്ല പറഞ്ഞത്. സ്തോത്രം, ആ രാജ്യത്തിന് സർവ്വ സൈന്യാധിപൻ പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷേ സ്തോത്രം, പ്രവാചകനോട് ദൈവാത്മാ പറഞ്ഞു, അടുത്ത ദൂത് പറഞ്ഞു. എന്താ ദൂത്? എടാ മോനെ, നീ ഇത് കണ്ണുകൊണ്ട് കാണും. ഇതിന് ഉപ്പുണ്ടോ, പുളിയുണ്ടോ, എരിയുണ്ടോ, കയ്പാണോ, മധുരമാണോ എന്ന് നാക്കെ വെച്ച് നോക്കാൻ. സ്തോത്രം, കാരണം അവൻ ചിന്തിച്ചത് അവൻ്റെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടാണ്. കാരണം ഇവിടെ ഈ ദേശത്ത് ക്ഷാമം നാളെ അങ്ങ് മാറിയെന്നിരിക്കട്ടെ, മഴ പെയ്ത് വിത്തിട്ട്, സ്തോത്ര, വിത്ത് കിളിപ്പിച്ച്, വിത്ത് അതെ 100 മേനി വിളഞ്ഞ് കൊയ്ത്, അതെ കൂമ്പാരമായി കൂട്ടി സംഭരണശാലയിൽ കൂട്ടിവെച്ച്, സ്തോത്ര, കുത്തി, അതെ അത് യവവും കോതമ്പുമാക്കി എടുക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസം. ചേർന്ന് പറ, ഇതെന്താ? മനുഷ്യബുദ്ധിയാ. പക്ഷെ ദൈവം പറഞ്ഞു, മോനെ, നിന്റെ ബുദ്ധി അല്ല എൻ്റെ പ്രവൃത്തി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം പറയുന്നു. ദൈവം പറഞ്ഞു, ഇന്നേ കോരാണ്ട് മുമ്പേ ഞാൻ ആരാം സൈന്യത്തിൻ്റെ ആരാം ദേശത്ത് നിനക്ക് വേണ്ടി വിതച്ച വിത്തുണ്ട്. പ്രൗഢമാന. ഇന്ന് രാത്രി ദൈവാത്മാവ് ചില തലമുറകളോട് പറയുകയാ, നീ വിതയ്ക്കാത്ത ചിലത്, നീ വിതറാത്ത ചിലത് ഈ രാത്രി നിന്റെ സന്തതി അനുഭവിക്കുമെന്ന്. ഓ യെസ്, വിശ്വസിക്കുന്ന ദൈവമക്കൾ അതിനെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. യെസ്, ഒരാണ്ട് മുമ്പേ ആരാം ദേശത്ത് വിതച്ച വിത്ത് ആ ആണ്ടിൽ പതിവില്ലാതെ വളർന്നപ്പോൾ ആരാമുകാർ പോലും അമ്പരന്നു പോയി. ഇതെന്തുകൊണ്ടാ സംഭവിച്ചത്? അന്ന് സ്വർഗം ഒരു പദ്ധതി എഴുതിയിട്ടു, എന്നെ സേവിക്കുന്ന ജനത്തിനു വേണ്ടി ഞാൻ ഇതിനെ വർദ്ധിപ്പിക്കുകയാണ്. എത്ര പേർക്ക് ധൈര്യമായിട്ട് ഇത് രാത്രി സ്തോത്രം പറയാൻ കഴിയൂ? നിനക്ക് വേണ്ടി അന്യദേശത്ത് ചിലത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. ആത്മാവിന്റെ വെളിപ്പാട്. Yes. Praise the Lord. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ
രാത്രി പൗലോസ് പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൻ്റെ മേൽ ഇന്ന് രാത്രി പകരപ്പെട്ടിരിക്കുകയാ. നിന്റെ ശരീരത്തെ നിർജീവമാക്കുന്ന, നിന്റെ ശരീരത്തെ ദ്രവിപ്പിക്കുന്ന, നിന്റെ ശരീരത്തിന്റെ ബലം കെടുത്തുന്ന അന്ധകാര ശക്തിയുടെ മേൽ ദൈവത്തിന്റെ വ്യാപാര ശക്തി. യെസ്, രാത്രി ആ ശക്തി ചില ജീവിതങ്ങളുടെ മേൽ നിഴലിടുകയാണ്. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എല്ലാ അധരങ്ങളും തുറക്കട്ടെ. ഇന്ന് രാത്രി കൈകെട്ടി ഇവിടെ നിൽക്കാനല്ല, ഇന്ന് രാത്രി അധരം തുറന്ന് ആ കൈയുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഒരു പാട്ടിന്റെ ഈരടികൾ പാടി സ്വന്തം എല്ലാ കണ്ണുകളും അടച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ നാം ദൈവത്തെ ആരാധിക്കാൻ പോകയാ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, സൈന്യത്താലെ അല്ല, ആണിക്കല്ലു കയറ്റം ആർത്തുപാടി ദൈവസഭ പണിയാ പെന്തക്കോസ്തു. പിന്മഴ നൽകാ പെന്തക്കോസ്തു നാളിൽ പരമപിതാവേ. ചലിക്കുന്ന എല്ലാം ചലിക്കുന്ന എല്ലാം ചൈതന്യം നൽകണം. ചൈതന്യം നൽകണം. പെന്തക്കോസ്തു നാള് പിന്മഴ നൽകാ പെന്തക്കോസ്തു നാള് മുട്ടോളമല്ല അരയോളം, മുട്ടോളമല്ല അവൻ നീന്തിയിട്ടല്ലാതെ അവൻ നീന്തിയിട്ടല്ലാതെ തുറക്കതാ പെന്തക്കോസ്തു നാള് പരമപിതാവേ. പിന്മാർ നൽകാ പെന്തക്കോസ്തു നാള് സൈന്യത്താലെ അല്ല. യെസ്, വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാ. ആർത്തുപാടി ആണിക്കല്ലു കയറ്റം ആർത്തുപാടി സ്തുതിക്കും. ആണിക്കല്ലു കയറ്റം ദൈവ പണിയാ പെന്തക്കോസ്തു നാള്. ജീസസ് ധീകാരാധന പ്രൗഢാരാധവേദ പിന്മഴ നൽകാ മുട്ടോളമല്ല. യെസ്, മുട്ടോളമല്ല. ശാതല വേദകരാധക ധീരകരാധക രക്തല വൈടകരാധ
തുറക്കാതാ നീതിട്ടല്ലാതെ താരകരാജ പ്രൗഢമരാജ വൈഡകരാജ ധീരകര ശക്തരാജ പ്രൗഢാന വൈഡാരാജ ധീരാജ ശക്തമാന പ്രൗഢാന. ഓ യെസ് തുലാമാന പ്രൗഢമാന വൈഡാരാജ ധീരമാന വേദ പ്രൗഢേ വൈഡാരാജ വീരാരാജ ശകരക ധല 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 ധീകമാന വേദരാജ. യെസ് ഓ ധല 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 ജഗ രഗ ധല ജഗ രഗ രഗ ധല യാ രഗനെ. പരിശുദ്ധാത്മാവിന്റെ ആത്മശക്തി മഞ്ഞുപോലെ പെയ്തിറങ്ങുകയാണ്. ജനം ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോ അന്യായ ബന്ധനങ്ങളെ അന്യായ ശക്തികളെ Thank you, Holy Spirit. Thank you, Holy Spirit. ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങുന്ന അഭിഷേകത്തിന് നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അവിടുത്തെ സാന്നിധ്യത്തിന്, അവിടുത്തെ കൃപകൾക്ക്, ഞങ്ങളുടെ പിതാക്കന്മാർ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിന് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവശക്തി തന്നെ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ ഫലത്തോടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പകൽ രാത്രി നിങ്ങളുടെ മധ്യ കടന്നു വരുവാൻ ഐശ്വര്യമായ ദൈവം സൂക്ഷിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. എന്നെ സൂക്ഷിക്കാൻ ക്ഷണിച്ച ദൈവത്തിൻ്റെ അഭിഷക്തദാസനോട്, ജോമൻ പാസ്റ്ററോട്, അതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, മടക്കി യാത്ര ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് വരുവാൻ താമസിച്ചാൽ പിന്നെ നമുക്ക് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ആമേ സ്തോത്രം. കഴിഞ്ഞ 20 ആമേ സ്തോത്രം ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായി വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ രാത്രിക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മുടെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. കൃപകളാലും കൃപാവരത്താലും ദൈവത്തിൻ്റെ ആത്മ നമ്മെ നിറച്ചെടുത്തല്ലോ. ഈ രാത്രിക്കാലം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അംദല റഗുഡവൽക്കല റഗഡവക്ഷാസ്വരികെ ഈ 20 ദിവസക്കാലവും നമുക്ക് വേണ്ട എല്ലാ സ്വർഗീയ മന്നയും നൽകിയ സ്വർഗീയ നാഥന ആമേ 2 കരങ്ങളും ഉയർത്തി ആമേൻ ഒരു നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ട് നീ ഭൗമിക ആഹാരം വെടിഞ്ഞപ്പോഴും നിന്റെ ശരീരത്തെ ശക്തിപ്പെടുത്തിയ ദൈവത്തിനൊരു സ്തോത്രം കൊടുക്കൂ. ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് മഹത്വം കൊടുക്കൂ. സ്തോത്രം, സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ KM ജോർജ് മുൻപോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് രാത്രികാലമുള്ള മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ ഒടുവിലത്തെ രാത്രിയിലേക്ക് ബലത്തോടെ കടന്നു വരുവാൻ ഇടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ ശുശ്രൂഷിച്ചതായ വചനം ഹല്ലേലൂയ ഒന്നും നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാലേ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവം അയച്ച കാര്യം നിവർത്തിച്ചിട്ടല്ലാതെ മടങ്ങി വരികയില്ലെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി പിന്നെയും ഓർപ്പിച്ചതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിച്ചതായ വചനം, മുഴങ്ങിയ വചനങ്ങൾ എല്ലാം നിവർത്തിക്കുന്നതിനാലേ സ്തോത്രം ചെയ്യുന്നു.
വിശ്വാസത്തോടെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് വസ്തുവകയല്ല എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവന് ആധാരം ഹല്ലേലൂയ ക്രിസ്തു ആകയാൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ പിന്നെയും ആശ്രയിക്കുവാൻ പറ്റിയിരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ഹല്ലേലൂയ ദൈവശക്തി തന്നെയെന്ന് കേൾപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ ആധാരം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവശക്തിയാകിയാലേ സ്തോത്രം ചെയ്യുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി പിന്നെയും പുതിയ ശക്തി പകർന്നതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൊന്നുകളയുവാൻ അപഹരിക്കുവാൻ ഹല്ലേലൂയ ശത്രു ഇട്ടതായ പ്ലാനുകളെ തകർത്തുകൊണ്ട് മരണക്കെടികളിൽ നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ജീവിതങ്ങളെ വിടുവിച്ചതിനാൽ, കുടുംബങ്ങളെ വിടുവിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹമായി തീർന്നതിനാലേ സ്തോത്രം. ദൈവ തേജസ് പകർന്നതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഓരോ പാത്രങ്ങളെയും ദൈവ തേജസ്സിനാൽ നിറച്ചതിനാലേ സ്തോത്രം. ദൈവ സ്നേഹത്താൽ നിറയ്ക്കുന്നതിനാലേ സ്തോത്രം. വിശ്വാസത്താൽ നിറയ്ക്കുന്നതിനാലേ സ്തോത്രം. വിശുദ്ധിയാൽ നിറയ്ക്കുന്നതിനാലേ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശയാൽ നിറയ്ക്കുന്നതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇടയാക്കിയതിനാലേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം സംസാരിച്ച ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യാത്രയിൽ പോക്കിൽ ഹല്ലേലൂയ കൃപയിൽ പൊതിയണമേ. അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാക്കണം. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. നാളത്തെ ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. ജനത്തെ കൂട്ടി വരുത്തണമേ. ശത്രുവാരെയും തടയുവാൻ ഇടയാകാതെ വേണം. ജനം കടന്നു വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോകയാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകങ്ങളിലെ വിശുദ്ധന്മാരോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ.